പിന്നെ ആകപ്പാട് അവർക്ക് പറയാനുണ്ടായൊരു വിഷയം എന്താ? സക്കരിയ സ്വലാഹി അദ്ദേഹം സിഹ്ർ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൽ നിഷേധിച്ചിരുന്നു. അങ്ങനെ നിഷേധിച്ച ഓഡിയോ ക്ലിപ്പ് കാണിക്കുക. പിന്നെ മൂപ്പര് തിരുത്തിയിട്ട് അള്ളാഹുവിനക്ക് പുറത്തേട്ട് ഈ സലാസുലമിന്റെ വേക്കൽ നടന്ന് ഞാൻ അങ്ങനെ പോയി എന്ന് പറഞ്ഞ ക്ലിപ്പ് ഇട്ടിട്ട് പറയാ, കണ്ടോ പൊളിഞ്ഞുപോയി. എന്ത് പൊളിന്? അപ്പൊ സക്കരിയ സ്വലാഹി അത് പറയാനുണ്ടായ പശ്ചാത്തലം എന്താ? ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം. പക്ഷെ ഈ വിഷയത്തില് കേരള നദത്തുൽ മുജാഹിദീന്റെ പിന്നെ ആദർശം എന്താണ് കേട്ടോളൂ നിങ്ങൾ. വളരെ വ്യക്തമായി കൊണ്ട് തന്നെ 1960 കാലഘട്ടങ്ങളിൽ അമാനി മൗലവിയും അലവി മൗലവിയും എഴുതിയ സുന്നി പണ്ഡിതന്മാർ വരെ നമുക്ക് എതിരിലെ തെളിവായി ആധികാരികമായി ഉദ്ധരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിഭാഷ, അമാനി മൗലവിയുടെ പരിഭാഷ, കെ മൗലവി പരിശോധിച്ച പരിഭാഷ, ആ പരിഭാഷയില് സിഹ്റിനെ പറ്റിയുള്ള കാര്യം നിങ്ങൾ ഒന്ന് കേട്ടോളൂ. ഇവരെ പ്രസംഗിച്ച മുസ്ലിയാരും ഇവരെ താങ്ങുന്ന എല്ലാവരും ഇപ്പൊ പുതിയ വാദമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ത്? മുജാഹിദ് പ്രസ്ഥാനം സിഹ്ർ ഫലിക്കൂല എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ അതിന് ആത്മീയമായി ഒക്കെ ഉണ്ട് എന്നാ പറയുന്നത്. സത്യധാര 2007 പോലും അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് എഴുതിയല്ല, സിഹ്ർ ഫലിക്കുമെന്നും ചില ആത്മീയ ചികിത്സകളൊക്കെ ആകാമെന്നും ഔദ്യോഗികമായ വിഭാഗം ഇപ്പോൾ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഔദ്യോഗിക ഗ്രൂപ്പ് ഇപ്പൊ സമ്മതിക്കണം, അന്ന് നിഷേധിച്ചു എന്ന്. 1960 കാലഘട്ടങ്ങളിൽ പിളർപ്പില്ല. അന്നേ സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞ ഭാഗം നിങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കുകയാണ്, കേട്ടോളൂ. ഗുണമോ ദോഷമോ ഉള്ള ഏതെങ്കിലും ഫലമുണ്ടാകുന്ന തരത്തിൽ ഒരു സിഹ്റുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾ മാത്രമുള്ള പേരാണ് സിഹ്ർ എന്നിങ്ങനെ പല അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ ആരഭിപ്രായം കേട്ടോളി, കേനമിന്റെ അല്ല, മുഅ്തസിലിയ വിഭാഗക്കാരിൽ നിന്ന് ആണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനിനോ നബിവചനങ്ങൾക്കോ എതിരാകുന്നു. ഇനി സിഹ്റിനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്ന കേട്ടോളൂ. വസ്തുതകളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയോ അല്ല സിഹ്ർ. പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹ്റിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ കബളിപ്പിച്ചേക്കും. ഇതാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹ്ർ. സിഹ്റുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹ്ർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല, താൻ തന്നെയാണ് അല്ലാഹു പറഞ്ഞു. അത് സൂറത്ത് ത്വാഹയിൽ അല്ലാഹു ഉദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പൊ സിഹ്ർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബാധിച്ചു എന്നത് ഖുർആൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് സിഹ്റിന്റെ യാഥാർത്ഥ്യമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. മനുഷ്യരിൽ ചില മാറ്റമുണ്ടാക്കുകയും സിഹ്റുകാരന്റെ ഹൃദയപ്രകാരമുള്ള ചില മാറ്റങ്ങൾ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിൽ അവൻ ഉളവാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് ശരണം തേടേണ്ടുന്ന കെടുതൽ തന്നെയാണ് ഈ സിഹ്ർ എന്ന് പറയുന്നത്. വീണ്ടും അദ്ദേഹം എഴുതുന്നത് കേട്ടോളൂ. മനുഷ്യന്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യാൻ സിഹ്ർ കാരണമെത്രേ. ഹലോ, അപ്പൊ സിഹ്ർ കൊണ്ട് ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റൂല, എന്നാൽ ഉപദ്രവിക്കാം. അത് അങ്ങനെ ഉണ്ട്, അതിന് യാഥാർത്ഥ്യമുണ്ട്, അത് ചപ്പടി വിദ്യയല്ല. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കുമുണ്ടാക്കുക, ചില മനുഷ്യപിശാചുകൾ ദിവ്യത്വം അസാധാരണമായ കഴിവും ഉള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ പല നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരും. ഇന്ദ്രജാലം, ആഭിചാരം മുതലായ വിദ്യാജാലം, കൺകെട്ട്, ചപ്പടി വിദ്യ എന്നൊക്കെ പറയുന്ന സിഹ്റിന്റെ ഇനങ്ങളിൽ പെട്ടതത്രേ. അപ്പൊ വളരെ വ്യക്തമായി കൊണ്ട് സിഹ്റിനെ സംബന്ധിച്ചു പറയാൻ, അവ മൂലം ഏതെങ്കിലും ദോഷം സംഭവിക്കുന്നതിനെയും നിഷേധിക്കുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് സിഹ്റിന്റെ ഇനത്തിൽപ്പെട്ടതായി അറിയപ്പെടുന്നതിലൊന്നും തന്നെ ഒരു യാഥാർത്ഥ്യവും ഇല്ലെന്ന ധാരണ ശരിയല്ല. ഇതാണ് വാസ്തവം. അപ്പൊ സിഹ്റിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കെ മൗലവി പരിശോധിച്ച, അമാനി മൗലവി എഴുതിയ, അലവി മൗലവി എഴുതിയ ആ പരിഭാഷയിൽ സഹോദരങ്ങളെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനി 1985 സൽസബീൽ അൽമനാർ കേരള നദത്തുൽ മുജാഹിദീന്റെ മാസിക, അതിൽ തന്നെ നോക്കൂ നിങ്ങൾ, വളരെ വ്യക്തമായി കൊണ്ട് തന്നെ സിഹ്ർ എന്ന അധ്യായം വെച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂര് ആ സിഹ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്, പ്രവാചകൻ താക്കീത് നൽകിയ 7 മഹാഭാവങ്ങളിൽ ഒന്നാണ് സിഹ്ർ അഥവാ ആഭിചാരം. പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന് സ്വീകരിച്ചു വന്ന ഒരു പ്രവർത്തനമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട്, ധനസമ്പാദനം, ശത്രു സംഹാരം, ആഗ്രഹ സഫലീകരണം, കുടുംബഭദ്രത, സന്താന സൗഭാഗ്യം എന്നിങ്ങനെ മനുഷ്യന്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് സിഹ്ർ ചെയ്യപ്പെടുന്നത്. അല്ലോ, അപ്പൊ ഇതിലൊക്കെ സിഹ്ർ ബാധിക്കുമെന്നും അതിലൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും കൃത്യമായി തന്നെയാണ് ഇവിടെ പറയുന്നത്. മാരണം അദ്ദേഹം പറയുന്നത് കേട്ടോളൂ.
പിന്നെ ഉറുക്ക്, നൂല് കെട്ടുക, ജപപൂജകൾ നടത്തുക, തകിടുകൾ കുഴിച്ചിടുക, കനൽചാട്ടം, തുള്ളൽ ഹോമം, കോലം നിർമ്മിച്ച് കുഴിച്ചു മൂടൽ എന്നിങ്ങനെ വിവിധ മാർഗങ്ങൾ ആവശ്യങ്ങളുടെ തോതനുസരിച്ച് ചെയ്യപ്പെടുന്നു. മാട്ട്, മാരണം എന്നീ പേരുകളിൽ നടത്തപ്പെടുന്ന ഭീമത്സവമായ ദുരാചാരങ്ങളും സിഹിർ തന്നെയാണ്. അപ്പൊ സിഹിർ ഇല്ല എന്നോ അതിന് യാഥാർത്ഥ്യമില്ല എന്നോ പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? പരിഭാഷയിൽ ഇതിന്റെ വിശദീകരണത്തിൽ കൊടുക്കേണ്ടതുണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, കേരളത്തുൽ മുജാഹിദീന്റെ പഴയകാല നിലപാട് വളരെ കൃത്യമായി അത് തന്നെയായിരുന്നു. പിന്നെ ഈ സലാസുല്ലമി അദ്ദേഹം നിഷേധിച്ചു. ഇയാളെ യുക്തിവാദത്തിന്റെ സ്ലിപ്പുകൾ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ സക്കരിയ സ്വലാഹി വിദ്യാർത്ഥിയായ കാലത്ത് പ്രസംഗിക്കാൻ പോയ ചില ക്ലാസുകളിൽ സിഹിറിന് യാഥാർത്ഥ്യമൊന്നുമില്ല, അതൊക്കെ വെറും ചെപ്പടി വിദ്യയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അങ്ങനെ ഇയാളെ പോക്ക് നിഷേധത്തിലേക്കാണെന്നും ഇത് പ്രമാണം ധിക്കരിച്ചുകൊണ്ടുള്ള പോക്കാണെന്നും സക്കരിയ സ്വലാഹിക്ക് മനസ്സിലായി. സക്കരിയ സ്വലാഹി മാന്യമായി തിരിച്ചു വന്നു, തിരുത്തി, അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞു, ജനങ്ങളുടെ മുമ്പിൽ തുറന്നു, ധൈര്യസമേതം മടിയില്ലാതെ പറഞ്ഞു അള്ളാഹുക്ക് പുറത്തിരട്ടെ. സഹോദര, അത് മാന്യതയാണ്. ഒരു സത്യവിശ്വാസി തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല, തെറ്റ് സംഭവിച്ചാൽ തിരുത്തുന്നവനാണ് മുഅ്മിന്. അതുകൊണ്ട് മുഅ്മിനായ സക്കരിയ സ്വലാഹി അത് തിരുത്തി. അതുകൊണ്ട് നിങ്ങളെ അത് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 19 കൊല്ലമായി കൊണ്ടുവരുന്ന ആദർശം പവിത്രമാണ്, അത് പൊളിഞ്ഞിട്ടില്ല. അങ്ങനെ തിരുത്തിയത് ഒരു അപരാധമാണെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ജദീദായ ഖൗലുണ്ട്, ഖദീമായ ഖൗലുണ്ട്. എങ്ങനെ 2 ഖൗല് വന്നു? അദ്ദേഹം നിലവാരമില്ലാത്ത പണ്ഡിതനാണെന്ന് പറയോ? അദ്ദേഹം ഒരു കാര്യം അപ്പൊ പറഞ്ഞു പിന്നെ തിരുത്തി എന്ന് പറയോ? അപ്പൊ പ്രമാണം കിട്ടിയപ്പോൾ തിരുത്തിയതാണ്. മഹാനായ ഷഫീ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്തസിലിയ വിഭാഗത്തെ പോലെ അള്ളാന്റെ സിഫത്തുകളെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ആ രൂപത്തിൽ നീങ്ങുകയും പിന്നീട് അഹ്ലു സുന്നത്തിന്റെ ആദർശത്തിലേക്ക് തിരിച്ചു വരികയും മിമ്പറിൽ കയറി തന്റെ വസ്ത്രം ഊരിയിട്ട് ഞാൻ പണ്ട് കൊണ്ടു നടന്ന ആ യുക്തിവാദം, ആ മുഅ്തസിലിയവാദം, ഞാനിതാ എന്റെ വസ്ത്രം ഊരിയെറിഞ്ഞ പോലെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കീറക്കുപ്പായും തോളിലിട്ടിട്ട് അപ്പൊ മുസ്ലിയാക്കന്മാർ നടക്കുന്നത് അള്ളാന്റെ സിഫത്തിനെ വ്യാഖ്യാനിക്കാം. കണ്ടോ? അദ്ദേഹം തിരുത്തിയപ്പോ അശ്ശരി ഇമാം നിലവാരമില്ലാത്ത ആളെന്ന് പറയോ? അതേപോലെയുള്ള പണ്ഡിതന്മാർ തിരുത്തിയതൊക്കെ അവർക്ക് ആദർശമില്ലാത്തതാണെന്ന് പറയോ? അപ്പൊ സഹോദരങ്ങളെ, പ്രമാണം വ്യക്തമായാൽ തിരുത്തുക എന്നുള്ളതാണ്. കാരണം പരലോകത്തുള്ള രക്ഷയാണ്, സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ വളരെ വ്യക്തമായി കൊണ്ട് ഈ വിഷയം കുറച്ച് ദീർഘിപ്പിച്ച് പറയാനുള്ള കാരണം ഇതിൽ തെറ്റിദ്ധാരണ വല്ലാതെ ഇളക്കിയതുകൊണ്ടാണ്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം സിഹ്റിനെ നിഷേധിച്ചിട്ടില്ല, മുജാഹിദ് പ്രസ്ഥാനം കണ്ണേറുകളെ തള്ളിയിട്ടില്ല, മുജാഹിദ് പ്രസ്ഥാനം ഹദീസുകളെ തള്ളിയിട്ടില്ല എന്ന് ഇവിടെ പ്രാമാണികവുമായി തന്നെ നമുക്ക് വ്യക്തമാക്കുവാൻ സാധിച്ചു.